പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപെറ്റ പന്തിരുകുലം. യാഗശാലയുടെ ഉദ്ഘാടനം അങ്ങനെ ശുഭമായി തന്നെ കലാശിച്ചു. പെരുന്തച്ഛൻ അഗ്നിഹോത്രിയുടെ മുന്നിൽ വന്നു നിന്നു. എന്നാൽ അടിയൻ ഇറങ്ങട്ടെ, അടുത്തു തന്നെ വീണ്ടും കാണാം. യാഗശാല ഗംഭീരായിട്ടോ പെരുന്തച്ഛ, നമുക്ക് സന്തോഷമായി. അഗ്നിഹോത്രി തൻ്റെ സംതൃപ്തി രേഖപ്പെടുത്തി. അദ്ദേഹം ഒരു പണക്കിഴി പെരുന്തച്ഛൻ്റെ നേർക്ക് നീട്ടി. തച്ചൻ ഒരു നിമിഷം അന്ധാളിച്ചു നിന്നു. വേണ്ട, അടിയന് പണം വേണ്ട. എന്നും തമ്പുരാൻ്റെ സ്നേഹം ഉണ്ടായാൽ മതി. സ്വന്തം ഏട്ടനോട് തോന്നുന്ന സ്നേഹവികാരം അടിയന് തമ്പ്രാനോട് തോന്നുന്നുണ്ട്. പെരുന്തച്ഛൻ വികാരാധീനനായി. അഗ്നിഹോത്രി പെരുന്തച്ഛൻ്റെ മുഖത്തേക്ക് ഒരു നിമിഷം ഉറ്റുനോക്കി. തങ്ങൾ ജ്യേഷ്ഠാനുജന്മാരാണെന്ന് രണ്ടുപേരും അറിഞ്ഞില്ല. എങ്കിലും എന്തോ ഒന്ന് തങ്ങളെ പരസ്പരം അടുപ്പിക്കുന്നതായി അവർക്ക് തോന്നി. പെരുന്തച്ഛനെ ആശ്ലേഷിച്ചുകൊണ്ട് അഗ്നിഹോത്രി പറഞ്ഞു, പെരുന്തച്ഛൻ നമ്മുടെ അനിയനാണ്, സംശയമില്ല. നമ്മുടെ മനസ്സിലും അങ്ങനെ തന്നെയാണ് തോന്നണത്. പെരുന്തച്ഛൻ അഗ്നിഹോത്രിയെ നമസ്കരിച്ചു. രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞു. മേളത്തോൾ അഗ്നിഹോത്രി പതിവനുസരിച്ചുള്ള ക്ഷേത്രദർശനത്തിനിറങ്ങി. കൂടെ സന്തത സഹചാരിയായ ഭൃത്യൻ നാണുവും ഉണ്ടായിരുന്നു. നാണു ജന്മനാ മുടന്തനാണ്. ഇടതുകാലിന് സ്വാധീനം കുറവാണ്. വലതുകാൽ മുന്നോട്ട് നീട്ടി വലിച്ചുവെച്ച് വേച്ചു നടക്കാനേ അവന് പറ്റൂ. ഇടത് കാൽമുട്ടിൽ കൈയൂന്നിക്കൊണ്ടുള്ള ആ നടത്ത കാണുമ്പോൾ കഷ്ടം തോന്നും. അഗ്നിഹോത്രിക്ക് നാണുവിനെ ബഹുകാര്യമാണ്. ഒന്നാമത് അവൻ ദിവ്യാംഗനാണ്. രണ്ടാമത് അവൻ്റെ സ്വാമിഭക്തി അപാരമാണ്. യജമാനു വേണ്ടി മരിക്കാൻ പോലും സന്നദ്ധനാണവൻ. നാണു വളർന്നത് ഇല്ലത്താണ്. ക്ഷേത്രത്തിലേക്ക് അഗ്നിഹോത്രി തിരുമേനിയെ ആനയിക്കുക, അതാണ് അവൻ്റെ പ്രധാന ജോലി. ഒരിടവഴി പിന്നിട്ട് വിസ്താരമേറിയ പറമ്പിൽ അവരെത്തിച്ചേർന്നു. എതിർവശത്തു നിന്നും അതാ ഒരാൾ വരുന്നു. പാറിപ്പറക്കുന്ന നീണ്ട തലമുടി, വിശാലമായ നെറ്റി, മുഖം നിറയെ കുറ്റിരോമം, വിരിഞ്ഞ മാറ്, നല്ല വെളുത്ത നിറം. അയാൾ പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. കാണാൻ അതിയോഗ്യൻ, പ്രസരിപ്പുള്ള ചെറുപ്പക്കാരൻ. പക്ഷേ ഭ്രാന്തൻ തന്നെ, സംശയമില്ല, നാണു പറഞ്ഞു. അയാൾ അടുത്തെത്തി അഗ്നിഹോത്രിയെ സൂക്ഷിച്ചു നോക്കി. പിന്നീട് നാണുവിനെ ശ്രദ്ധിച്ചു. എന്താ മുടന്തി നടക്കണത്? അയാൾ ചോദിച്ചു. മുടന്തുള്ളതുകൊണ്ട് തന്നെ. ചോദിക്കാൻ താനാരാ? നാണു അല്പം നീരസത്തോടെ ചോദിച്ചു. എന്നെ അറിയില്ലേ? ഞാനാണ് നാറാണത്ത് ഭ്രാന്തൻ. എടാ ഭ്രാന്ത, ഓടിപ്പോ, ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടും നിനക്ക്. നാണു. എന്താടാ പറഞ്ഞത്? നാറാണത്ത് ഭ്രാന്തന് ദേഷ്യം വന്നു. നാണുവിൻ്റെ മുടന്തുള്ള കാലിൽ ഒരു ചവിട്ട് വെച്ചു കൊടുത്തു നാറാണത്ത്. നാണു ഉറക്കം നിലവിളിച്ചുകൊണ്ട് തെറിച്ചു വീണു. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ വായിച്ചത് പ്രീതി.